പുതിയൊരു ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങി അതിൽ ആദ്യത്തെ ചിത്രം വരയ്ക്കാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ദാ ഈ കാണുന്നൊരു പണി എനിക്ക് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇതിൻ്റെ ഔട്ട്പുട്ട് നന്നാക്കി എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടായതെന്നുള്ളത് കാണിച്ചു തരാം. സാധാരണ ഡ്രോയിങ് ബുക്സിൽ ചെയ്യുന്ന ഡ്രോയിങ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഗ്ലാസ് പെയിൻറ് വെച്ച് പെയിൻറ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഇന്നത്തെ ഐഡിയ. ഇങ്ങനെ ഒരു ഐഡിയ ഇതിനു മുന്നേ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇതെന്തായാലും എൻ്റെ മൈൻഡിൽ വന്നൊരു ഐഡിയ ആണ്. അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ഒരു ഡൂഡിൽ ആർട്ടൊക്കെ പോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അതിന് ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് വരയ്ക്കാനുള്ളത് എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ 3D ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ട് ആ ഔട്ട്ലൈൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറേ ഹാർട്ട്സ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു തീമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഔട്ട്ലൈനർ വെച്ചിട്ട് ഈ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അതെങ്ങനെയൊക്കെ ഒപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വരച്ചെടുത്തിട്ടുള്ള ഓരോ ഹാർട്ടിൻ്റെ ഉള്ളിലും 2 ഗ്ലാസ് പെയിൻറ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റിൽ കളർ ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ അതിന് വേണ്ടി ചൂസ് ചെയ്തത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആയിരുന്നു. ആദ്യം റെഡ് എടുത്തിട്ട് ഞാൻ ഹാർട്ടിൻ്റെ നടുക്ക് ഫില്ല് ചെയ്തു. പക്ഷെ ബ്ലൂ എടുത്ത് ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ അത് വിചാരിച്ചതിലധികം ക്വാണ്ടിറ്റിയിൽ പുറത്ത് വന്നു. നമ്മുടെ ബൗണ്ടറിൻ്റെ പുറത്ത് കൂടെയും അത് മൊത്തത്തിൽ സ്പ്രെഡായി. അവസാനം ഞാനത് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ടായി. ഹാർട്ടിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വിചാരിച്ചിട്ട് ഹാർട്ടിൻ്റെ പുറത്തുള്ള ഒഴിഞ്ഞ സ്പേസ് ഉണ്ടല്ലോ, അതിലൂടെയൊക്കെ നീല കളറ് സ്പ്രെഡായിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് ഞാൻ ബ്ലൂ കളറ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തു. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അത് ടിഷ്യൂ വെച്ച് തുടച്ചപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറല്ലേ ഇതിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ ഞാൻ ആ ഒരു ഏരിയയിൽ ഒഴിച്ചിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഹാർട്ടിൻ്റെ ഭാഗം ഫുൾ റെഡ് കളർ മാത്രം വെച്ചിട്ട് ഫില്ല് ചെയ്തും കൊടുത്തു. അതിനുശേഷം ആ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച ഭാഗത്ത് നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കുറച്ച് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ബ്ലാക്ക് കളർ വെച്ച് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇത് കാണുമ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡ്രോയിങ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് കുളമായി എന്ന് വിചാരിച്ചെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഞാനതിനെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം.